കണ്ണൂർ പാട്യം പത്തായക്കുന്നിലെ സുന്ദരേശൻ തളത്തിലിന്റെ വീട്ടിലേക്ക് അതിഥികളെ വരവേൽക്കുന്നത് വർണ്ണ ചിത്രങ്ങളാണ്. റിട്ടയർഡ് അധ്യാപകനായ സുന്ദരേശന്റെ 100 മീറ്റർ നീളമുള്ള വീട്ടുമതിലിൽ ശ്രീനാരായണ ഗുരു മുതൽ ശ്രീബുദ്ധൻ വരെയുണ്ട്. വീടും പരിസരവും ശുചിത്വമുള്ളത് മാത്രമല്ല, സുന്ദരവുമായിരിക്കണമെന്നാണ് ഇതിനു പിന്നിലെ ആശയം. പാട്യം പത്തായക്കുന്നിലെ ദേവാങ്കണം എന്ന വീടിന്റെ ചുറ്റുമതിലിൽ ശ്രീനാരായണ ഗുരു മുതൽ ശ്രീബുദ്ധൻ വരെയുണ്ട്. വാഗ്ഭടാനന്ദൻ, മഹാത്മാഗാന്ധി, രവീന്ദ്രനാഥ ടാഗോർ, ഹെർമൻ ഗുണ്ടർട്ട് എന്നിവരുടെ ഛായാചിത്രങ്ങളും നാട്ടിൻപുറങ്ങളിലെ നിത്യജീവിത കാഴ്ചകളും ഉത്സവ ആഘോഷങ്ങളും പ്രകൃതി ദൃശ്യങ്ങളും വേറെയും. ചുമർ ചിത്രകലാകാരൻ സജീവൻ നെടുമ്പ്രമാണ് വീട്ടുടമയും റിട്ടയർഡ് അധ്യാപകനുമായ സുന്ദരേശന്റെ ആശയത്തിന് ജീവൻ നൽകിയത്. ഇരുവരുടെയും 40 വർഷത്തിലേറെ കാലമായുള്ള സൗഹൃദം കൂടിയാണ് ചിത്രമതിലിന്റെ സൗന്ദര്യം. 100 മീറ്ററിലധികം നീളമുള്ള മതിലിൽ 17 രേഖാചിത്രങ്ങളും 7 വർണ്ണചിത്രങ്ങളുമുണ്ട്. അധ്യാപകനായി ജോലി ചെയ്ത അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കുട്ടികളുടെ സർഗാത്മക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയപ്പോഴുണ്ടായ ഒരു അനുഭവ പശ്ചാത്തലം കൂടി ഇതിന് പ്രചോദനമാണ്. 2 മാസത്തോളം ചിത്രകാരൻ്റെ കഠിനാധ്വാനം ഇതിനു പിന്നിലുണ്ട്. നല്ല വായനാശീലമുള്ള സുന്ദരേശൻ വീടിന്റെ മുകൾ നിലയിലെ ഒരു മുറിയിൽ ലൈബ്രറിയും ഒരുക്കിയിട്ടുണ്ട്. റഫറൻസ് ഗ്രന്ഥങ്ങൾ ഉൾപ്പെടെ 800ഓളം പുസ്തകങ്ങളാണ് ഈ ലൈബ്രറിയിലുള്ളത്. അധ്യാപന ജീവിതത്തിന് വിരാമമായെങ്കിലും വിശ്രമവേളകൾ സ്വന്തം നിലയ്ക്ക് ആനന്ദകരമാക്കാനുള്ള മാർഗങ്ങൾ മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുക്കുകയാണ് ഈ അധ്യാപകൻ. ന്യൂസ് മലയാളം, കണ്ണൂർ.